ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുക നല്ലൊരു ഈസി വെജിറ്റബിൾ കറി തയ്യാറാക്കിയാലോ. സാധാരണ വെജിറ്റബിൾ കറി അല്ല കേട്ടോ, കടായി വെജാണ്. കടായി വെജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മുഖം ചുളിക്കേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിൾസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കടായി വെജ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം മതി. ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. വലിയ സവോള 2 എടുത്തിട്ടുണ്ട്. നമുക്ക് വഴറ്റാനും സവോള വേണം, അതുപോലെ തന്നെ പെറ്റൽസ് ആയിട്ട് അടർത്തിയെടുക്കാനും സവോള വേണം. പിന്നെ 4-5 ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ ഒരു 6-7 പെറ്റൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പെറ്റൽസ് ആണ് എടുത്തിരിക്കുന്നത്. അത്രയും മതി നമുക്ക് ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കോളിഫ്ലവർ ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ ഈ തക്കാളി അരച്ചെടുക്കണം, ബാക്കിയുള്ളതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളി അരയ്ക്കാനുള്ളത് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തു. ആദ്യം വഴറ്റിയെടുക്കാനുള്ള ക്യാപ്സിക്കവും സവോളയും നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു. ബാക്കിയുള്ളതെല്ലാം എന്താ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ബീൻസും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയുമാണ് ഞാൻ കോളിഫ്ലവർ എടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയുള്ള സവോള എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് കാണണ്ടേ. മസാലയ്ക്കുള്ള സവോള നമ്മൾ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. മസാലയ്ക്കുള്ള സവോള നമ്മൾ ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതെല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാൻ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവോളയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലൈറ്റായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വഴറ്റണ്ട, ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ക്യാപ്സിക്കവും സവോളയും വഴറ്റിയിട്ട് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സവോളയും ക്യാപ്സിക്കവും വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിനിടയിൽ ഞാൻ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 4-5 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഈ ഒരു വെജിറ്റബിൾസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റരുത്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോഴൊന്നും നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. വെജിറ്റബിൾസ് വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ആ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവോളയും വഴറ്റിയെടുത്തു കേട്ടോ. ഞാൻ വെജിറ്റബിൾസ് വഴറ്റി കഴിഞ്ഞിട്ട് അതേ എണ്ണയിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോളയും വഴറ്റിയിട്ടുണ്ട്. ഞാനപ്പോൾ അത് പറയാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റി മാറ്റി കഴിഞ്ഞിട്ട് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് സവോള വഴറ്റുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ സവോളയുടെ കളർ ഇത്രയും മാറണം കേട്ടോ, അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെ ചേർക്കുക, അല്ലാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കരുത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. 1 മിനിറ്റ് എടുക്കും നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് കുക്കായി വരാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം കേട്ടോ. പൊടികൾ ചേർക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ കടായി മസാലയിൽ നമ്മൾ മല്ലിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി മതി. അപ്പോൾ കടായി മസാലയുടെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹൗ ടു മേക്ക് കടായി മസാല നീതാസ് ടേസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കടായി മസാല. കടായി മസാല 2 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഈ മസാലപ്പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരണം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. പൊടികൾ ചേർത്ത് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം.
തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഈ തക്കാളിയിൽ നിന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഈ സമയത്ത് തന്നെ കുറച്ച് കസൂരി മേത്തി ഉണ്ടല്ലോ, കസൂരി മേത്തി ഒന്ന് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർക്കുക. ഇപ്പോൾ കുറച്ച് കസൂരി മേത്തി ചേർക്കുക, പിന്നീട് വീണ്ടും കസൂരി മേത്തി നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളിനി ചൂടുവെള്ളമൊക്കെ റെഡിയാക്കി വയ്ക്കുക. ഇതിലേക്ക് നമുക്കിനി ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ കടായി വെജിൻ്റെ റെസിപ്പി. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾസിനും കൂടെ ആവശ്യമായ ഉപ്പാണ് ചേർക്കുന്നത്. സവോള വഴറ്റിയപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തക്കാളിയിൽ നിന്ന് ഇതാ എണ്ണയൊക്കെ വന്ന് തുടങ്ങി. തക്കാളിയൊക്കെ കുക്കായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി തക്കാളി കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ചേർന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി വെജിറ്റബിൾസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കടായി മസാല റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചു വെച്ചാലും മതി, ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ കടായി മസാല. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്തിട്ട് വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസൊക്കെ ഹാഫ് കുക്കായിട്ടേ ഉള്ളൂ. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. തിളച്ച വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് കുക്കായി മസാലയൊക്കെ വെജിറ്റബിൾസിലേക്ക് പിടിച്ചു വരും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായി ഗ്രേവിയൊക്കെ തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് 1-2 കാര്യങ്ങൾ ആദ്യം ആഡ് ചെയ്യാം. നമ്മുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, ആ തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവോളയും ചേർക്കാം. ഈ സവോളയും ക്യാപ്സിക്കവും ഓവർ കുക്ക് ആവരുത്, അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ക്യാപ്സിക്കവും സവോളയും ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി വേണോ വേണ്ടയോ എന്നുള്ളതനുസരിച്ച് ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി വറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്സിക്കവും സവോള ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് വരുമ്പോൾ നമ്മുടെ ഗ്രേവി വറ്റി വറ്റി വന്നോളും. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ ഇത്ര അളവെന്നൊന്നും പറയുന്നില്ല. ഫ്രഷ് ക്രീം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കൂടുതൽ ചേർക്കുന്നത്. അതുകൊണ്ട് ഫ്രഷ് ക്രീമൊക്കെ ധാരാളമായിട്ട് ചേർത്തോളൂ. ഫ്രഷ് ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ നമ്മുടെ കടായി വെജിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. ഇനി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തുറന്ന് വെച്ച് നമുക്ക് തിളപ്പിച്ച് ഒന്നുകൂടി ഒന്ന് ഗ്രേവി വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. കുറച്ചുകൂടി കസൂരി മേത്തി ചേർക്കാനുണ്ട്. കസൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും ഒക്കെ ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രേവി ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഇത് ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും കുറുകൂട്ടോ. അതനുസരിച്ച് നമ്മൾ ഗ്രേവി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ വീണ്ടും കുറുകി വരും. അപ്പോൾ കഷ്ണങ്ങളിലേക്ക് ഗ്രേവിയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിലാണെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് കടായി വെജ് സെർവ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. നമ്മൾ ആദ്യം വഴറ്റിയെടുത്തത് കൊണ്ടാണ് ഉടഞ്ഞു പോവാതെ കിട്ടിയത്. അപ്പോൾ നമ്മുടെ കടായി വെജ് ഇതാ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.